അമ്മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ മുട്ടക്കറിയാണ്. പാത്രം വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി 3 സബോള ചെറുതായി എരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 3 സബോള എടുക്കണം. ഇനി നന്നായി ഇളക്കി അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. സബോള വാടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. സബോള വാടി വന്നിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കണം. ഇളക്കി ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. വഴന്നു വരുന്നവരെ ഇളക്കാം. നന്നായി മൂത്ത് ഒന്ന് ചുവന്നു വരണം. അതിനുശേഷം അല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മൂക്കുന്നത് വരെ ഇളക്കണം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കുറുകി വരുന്നത് വരെ തീ കത്തിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമ്മളുടെ മുട്ടക്കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ഗ്ലാസ് തേങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കുറുകി വരണം. നമുക്ക് അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ പാകമായിരിക്കണം. അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന 3 മുട്ട നിരത്തി കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി തിളച്ച് വരണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അല്പം കറിവേപ്പില ഒന്നിട്ട് നിരത്തി കൊടുക്കാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കണം. താങ്ക് യു ഫോർ ഓൾ വാച്ചിങ് മൈ വീഡിയോ.